നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കടമംഗലത്ത് തിരിച്ചെത്തുമ്പോ സ്വർണം ചോദിക്കും. അതിന്റെ കാര്യമാണെങ്കിൽ വരുണിനോട് പറഞ്ഞിട്ടുമില്ല. പോകുന്നില്ലെന്ന് വെച്ചാലോ? ചതിച്ചല്ലോടി മോളെ. എത്ര മറച്ചു പിടിച്ചിട്ടും അവൻ അവളെ കണ്ടുപിടിച്ചു. അമ്മയല്ലേ പറഞ്ഞേ, മുത്തശ്ശിയല്ലേ പറഞ്ഞേ വേലക്കാരിയാണെന്ന്? അത് പിന്നെ സത്യം പറഞ്ഞാ ഞങ്ങള് പറഞ്ഞതല്ല. അവളെ ദേവനും യശോദയും എടുത്തു വളർത്തിയതാ. കണിമംഗലത്തുനിന്ന് പെണ്ണ് കാണാൻ ആളുകൾ വന്നപ്പോ ഒന്നും ഒളിച്ചു വെക്കണ്ടെന്ന് കരുതി സത്യം പറഞ്ഞതാ. അവിടെ നിന്ന് വന്നവര് ആ കണ്ണിലെ അവളെ കണ്ടത് അല്ലേ യശോദേ? അല്ല, എല്ലാവരും കാണുന്നത് പോലെ ആയിരിക്കും മോനും കാണുന്നതെന്ന് കരുതി. എന്തോ വിവാഹത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരാളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അത് വലിയൊരു തെറ്റായിപ്പോയി. അച്ഛനൊന്ന് വിളിച്ചേ. അതിപ്പോ തെറ്റും മാപ്പൊന്നും പറയാൻ നിക്കണ്ട മോനെ. അതുമാത്രമല്ല, അവൾ അമ്പലത്തിലെങ്ങാണ്ട് പോയിരിക്കുന്നാ തോന്നുന്നേ. അവളിവിടെ ഉണ്ടല്ലോ. മോളെ രാധികേ, ഇങ്ങ് വന്നേ. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ഏത് നേരവും അമ്പലം അമ്പലം എന്നുള്ള വിചാരമേ ഉള്ളൂ. മോളെ രാധികേ, ഇങ്ങോട്ട് വന്നേ. വരുൺ പറയായിരുന്നു കല്യാണത്തിന് ശേഷം മോളെ കണ്ടിട്ടേ ഇല്ല. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. ആരെങ്കിലും വീട്ടിൽ വന്നാ ഒളിച്ചു മാറി നിൽക്കുന്നതാണല്ലോ നിന്റെ ശീലം. അല്ലെങ്കിൽ കയറി അടുക്കളയിൽ നിൽക്കും. പിന്നെ എങ്ങനെയാ? വരുൺ നിന്നെ കണ്ടിട്ടില്ല. പക്ഷേ വരുണിനെ നോക്കേണ്ടതും പരിപാലിക്കേണ്ടതൊക്കെ നിന്റെ ചുമതലയല്ലേ മോളെ? അനിയത്തിയുടെ ഭർത്താവല്ലേ? പിന്നെ മോളെങ്ങനെ കാണാതെ പോയത്? അല്ല, ഞാൻ കാണുന്നുണ്ടായിരുന്നു. മോളെ രാധികെ, മുത്തശ്ശിക്കേ തൊണ്ടയ്ക്ക് ചെറിയൊരു പിടുത്തം. കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. പൂവൻ
പ്രിയങ്കേ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാ എടുത്തോണ്ട് ഇറങ്ങ്. മോൻ കുറെ നേരം ആയില്ലേ വിളിച്ചോണ്ടിരിക്കുന്നു. കടമംഗലത്ത് തിരിച്ചെത്തുമ്പോ സ്വർണം ചോദിക്കും. അതിന്റെ കാര്യമാണെങ്കിൽ വരുണിനോട് പറഞ്ഞിട്ടുമില്ല. പോകുന്നില്ലെന്ന് വെച്ചാലോ? ചതിച്ചല്ലോടി മോളെ. എത്ര മറച്ചു പിടിച്ചിട്ടും അവൻ അവളെ കണ്ടുപിടിച്ചു. ദേ, ഇവിടുന്ന് പോയാലേ നീ വേണം സമാധാനത്തിൽ എന്തെങ്കിലും പറഞ്ഞ് അവന്റെ മനസ്സ് തിരുത്താൻ. പെട്ടെന്ന് നിന്റെ സാധനങ്ങൾ എടുത്തു. നിങ്ങളെ ഇറക്കി വിട്ടാൽ എനിക്കൊരു സമാധാനം കിട്ടൂ. അങ്ങനെ എനിക്ക് പോവാൻ പറ്റില്ല മുത്തശ്ശി. പോകാൻ പറ്റില്ലെന്നോ? അതെന്താ? അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാ. ദേ, എല്ലാം അവസാനിച്ചു എന്ന് കരുതി സന്തോഷമായിട്ട് ഇരിക്കുക ഞങ്ങള്. ഇനി വേറൊന്നും നീ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. ഇതിലിരുന്ന സ്വർണം എവിടെ? അത് ഏ? അത് ഞാൻ സ്വർണ്ണം ഇവിടെ ഉണ്ടമ്മേ. ഇവിടെ ബാഗ് തുറന്നു വെച്ച് കട്ടലിന്റെ താഴെ ഇട്ടിരിക്കുമായിരുന്നു. ഈ മുറിക്ക് നല്ല അടച്ചുറപ്പില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് അച്ഛന്റെ മുറിയിൽ അലമാരയിൽ പൂട്ടി വെച്ചു. ദാ പ്രിയ. എന്തായാലും എടുത്തു വെച്ചത് നന്നായി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.